പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കുട്ടിക്ക് സ്കൂളിൽ പഠിക്കുവാനുള്ള സാഹചര്യം ഒരുക്കണമായിരുന്നു എന്ന് തന്നെയാണ് മന്ത്രിയുടെ നിലപാട്. കത്തോലിക്ക കോൺഗ്രസിന്റെ വിമർശനങ്ങൾക്ക് മറുപടി നൽകുന്നില്ലെന്നും വി ശിവൻകുട്ടി ന്യൂസ് 18നോട് പറഞ്ഞു. എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ ഉണ്ടായ ഗുരുതരമായ പ്രശ്നം മറച്ചുവെക്കാനുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് മന്ത്രിയുടെ നിലപാട്. താൻ ആരെയും അപമാനിച്ചിട്ടില്ല എന്നും മന്ത്രി പറയുന്നു. ശിരോവസ്ത്രം ഇട്ട കന്യാസ്ത്രീയാണ് തട്ടമിട്ട വിദ്യാർത്ഥിനിക്ക് വിലക്കേർപ്പെടുത്തിയത് എന്നുള്ള മന്ത്രിയുടെ നിലപാടിനെതിരെയായിരുന്നു കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതികരണം. കന്യാസ്ത്രീകളെ മന്ത്രി അപമാനിച്ചു എന്നായിരുന്നു സഭകളുടെ നിലപാട്. അതായിരുന്നു കത്തോലിക്ക കോൺഗ്രസ് പരസ്യമായി മന്ത്രിക്കെതിരെ രംഗത്ത് വരാൻ കാരണം. സർക്കാർ നിലപാടിൽ മാറ്റമുണ്ടാകില്ല എന്നാണ് മന്ത്രി പറയുന്നത്. കുട്ടി സ്കൂളിൽ നിന്ന് TC വാങ്ങിയതോടെ പ്രശ്നം അവസാനിച്ചതായും നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി ന്യൂസ് 18നോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. കൊച്ചി പള്ളുരുത്തിയിലെ ഹിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ വലിയ വിമർശനവുമായി കഴിഞ്ഞ ദിവസം കത്തോലിക്ക കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. അതിന് മറുപടി പറയുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മിനിസ്റ്ററെ, കഴിഞ്ഞ ദിവസം അങ്ങ് നടത്തിയ ഒരു പ്രസ്താവനയ്ക്കെതിരെ കത്തോലിക്ക കോൺഗ്രസ് വലിയ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. എന്താണ് അവർക്ക് കൊടുക്കാനുള്ള മറുപടി? അല്ല, അവരുടെ വിമർശനത്തിൽ നിന്ന് മറുപടി പറയാൻ ഞാൻ ആളല്ല. അത് ആ വിമർശനത്തിന് മറുപടി അർഹിക്കുന്ന കാര്യമല്ല. വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിലും വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള നിലയിലും കേരള എഡ്യൂക്കേഷൻ റൂൾ അനുസരിച്ചും കേന്ദ്ര വിദ്യാഭ്യാസ നയമനുസരിച്ചും കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നു മാത്രമേ ഉള്ളൂ. ഒരു വിദ്യാർത്ഥിയുടെയും വിദ്യാഭ്യാസം അവസാനിപ്പിക്കുന്ന നിലയിലുള്ള തീരുമാനം എടുക്കാൻ വേണ്ടി പാടില്ല, എന്തിന്റെ പേരിലായിരുന്നാലും. സ്കൂളുകൾ അവിടെ ക്രിസ്ത്യാനി, മുസൽമാൻ, ഹിന്ദു എല്ലാം ഒരുമിച്ച് പഠിക്കേണ്ട വിദ്യാലയങ്ങളാണ്. പാഠശാല അല്ല സ്കൂളെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം കാണുക എന്നുള്ളതല്ലാതെ രാഷ്ട്രീയ മുതലെടുപ്പിനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് കുഴപ്പമാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തി അതൊക്കെ ജനങ്ങൾ നേരിട്ട് കാണുന്ന ജനങ്ങൾ അതെല്ലാം തള്ളിക്കളയും. അല്ല, ഈ സന്യസ്ത സമൂഹത്തെ അങ്ങ് അപമാനിച്ചു എന്നാണ് അവരുടെ ആക്ഷേപം. ഞാൻ അങ്ങനെ ആരെ അപമാനിച്ചിട്ടില്ല. ആ ആക്ഷേപത്തിന് യാതൊരു പ്രസക്തിയില്ല. അതെല്ലാം ബോധപൂർവം പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. സെന്റ് റീത്താസ് സ്കൂളിലുണ്ടായിട്ടുള്ള അതിഗുരുതരമായിട്ടുള്ള പ്രശ്നത്തിനെ മറച്ചുവെക്കുന്നതിന് വേണ്ടി ഉള്ള ആക്ഷേപങ്ങളാണ്. അങ്ങനെ ആക്ഷേപം ഉന്നയിച്ചാൽ നമ്മൾ പെട്ടെന്ന് നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്നും പുറകോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല. അപ്പൊ ഈ സ്കൂളിനെതിരെ എന്തെങ്കിലും നടപടി അങ്ങനെ ആലോചിക്കുന്നുണ്ടോ? അല്ലാതെ ഇപ്പം കോടതിയിൽ കേസിരിക്കുകയാണല്ലോ. കോടതിയിലെ കേസിന്റെ കാര്യം കഴിഞ്ഞു വരട്ടെ. അപ്പൊ എന്തെങ്കിലും ഒത്തുതീർപ്പിലേക്ക് ഉള്ള ഒരു സാധ്യതയുണ്ടോ? ഒത്തുതീർപ്പിന്റെ പ്രശ്നമൊന്നും ഇക്കാര്യത്തിൽ ഇല്ലല്ലോ. ഒരു കേരളത്തിൽ 14,000 സ്കൂളുണ്ട്. 14,000 സ്കൂളിൽ ഉള്ള നിയമം എല്ലാ സ്കൂളിനും ബാധകമാണ്. ആ കുട്ടിയുടെ അച്ഛൻ TC വാങ്ങിയോടുകൂടി ആ പ്രശ്നം അവിടെ അവസാനിച്ചു. ഇനി ആ കുട്ടിക്ക് ഏതെങ്കിലും സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് പ്രത്യേക ഉത്തരവ് കൊടുത്ത് ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നതിന് വേണ്ടി അനുവാദം കൊടുക്കും. ഈ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സ്കൂളിന്റെ കാര്യമാണെങ്കിലും അത് ഒരു സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന തരത്തിലാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഒരു തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന പ്രശ്നമല്ല, മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ചർച്ച മാത്രമാണ്. ഓക്കെ, വളരെയധികം നന്ദി താങ്കളുടെ പ്രതികരണം. എന്തായാലും ഈ വിവാദങ്ങളോട് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം, നിലപാടിൽ ഒരു മാറ്റവുമില്ല, സർക്കാർ ജനാധിപത്യപരമായി മാത്രമാണ് ഈ വിഷയത്തെ കാണുന്നതെന്നാണ്. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ഇതാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട്. ഇക്കാര്യത്തിൽ നിലപാടിൽ മാറ്റം വരുത്തുന്നില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുകയാണ്. കുട്ടിക്ക് പഠിക്കാൻ ഉള്ള സാഹചര്യം ഒരുക്കും. TC വാങ്ങിയതോടെ പ്രശ്നം അവസാനിച്ചു. പക്ഷേ മറ്റൊരു സ്കൂളിൽ പഠിക്കുവാനുള്ള സാഹചര്യം ഒരുക്കും. സ്കൂളിനെതിരെയുള്ള പരസ്യമായ നിലപാട് തന്നെയാണ് മന്ത്രി ഇപ്പോഴും പറയുന്നത്. സ്കൂളിൽ ഉണ്ടായ ചില പ്രശ്നങ്ങൾ മറച്ചുവെക്കുവാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഹിജാബ് വിവാദം വന്നതെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. അതേസമയം വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ക്രൈസ്തവ സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. സന്യാസിമാരെ മന്ത്രി അപമാനിച്ചു, കന്യാസ്ത്രീകളെ മന്ത്രി അപമാനിച്ചുവെന്നും മാപ്പ് പറയണമെന്നുമാണ് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫിലിപ്പ് കബീൽ ആവശ്യപ്പെട്ടത്. അതേസമയം മുസ്ലിം ലീഗ് ദിവസങ്ങൾക്ക് ശേഷം ഈ വിഷയത്തിൽ മറുപടി പറയുകയാണ്, മറുപടി നൽകുകയാണ്, ഒരു നിലപാട് സ്വീകരിക്കുകയാണ്. ഇന്നലെ രാത്രിയാണ് PK കുഞ്ഞാലിക്കുട്ടി ഫേസ്ബുക്കിലൂടെ മുസ്ലിം ലീഗിന്റെ നിലപാട് അറിയിച്ചത്. ഇന്ന് മാധ്യമങ്ങളെ കണ്ടു PK കുഞ്ഞാലിക്കുട്ടിയും PMA സലാമും. ഹിജാബ് വിവാദത്തിൽ സർക്കാരിന്റെ നിലപാടിനെ പിന്തുണയ്ക്കുകയാണ് മുസ്ലിം ലീഗ്. വിദ്യാഭ്യാസ മന്ത്രി എടുത്ത നിലപാട് ശരിയാണ് എന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത്. PK കുഞ്ഞാലിക്കുട്ടി ഇക്കാര്യം പറയുകയും ചെയ്തു. പക്ഷേ കുട്ടിക്ക് സ്കൂളിൽ പഠിക്കുവാൻ സാഹചര്യം ഉണ്ടായില്ല, അതിലുള്ള ആശങ്കയും മുസ്ലിം ലീഗ് അറിയിക്കുന്നു.
ഹിജാബ് തടയാനാകില്ല എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. സ്കൂളിൽ സംഭവിച്ചത് അസഹിഷ്ണുതയുടെ ഉദാഹരണമാണ്. ചില ഛിദ്രശക്തികൾ ആദ്യം മുതൽ വിഷയത്തിൽ ഇടപെട്ടിരുന്നതിനാലാണ് മുസ്ലിം ലീഗ് മാറി നിന്നതെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു മുസ്ലിം ലീഗിന്റെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം. അതേക്കുറിച്ചുള്ള വിശദീകരണം കൂടിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി നൽകിയത്. അസഹിഷ്ണുതയുടെ ഒരു വലിയ ഉദാഹരണമായിപ്പോയി അത്. കാരണം നമ്മൾ ഈ ഛത്തീസ്ഗഡിലും അതുപോലെ തന്നെ ബാക്കി സ്ഥലങ്ങളിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇങ്ങനൊരു അസഹിഷ്ണുതയുടെ ഒരു വലിയ ഉദാഹരണം ഉണ്ടായത് കേരളത്തിൽ തന്നെ വളരെ വളരെ അപമാനകരമായിപ്പോയി. ഓരോ വിഭാഗം നടത്തുന്ന സ്കൂളുകൾ അതാത് വിഭാഗങ്ങൾക്ക് മറ്റുള്ളവരുടെ വേഷം കാര്യവും മറ്റും ഇതൊക്കെ ഒരു ഗിവ് ആൻഡ് ടേക്കിൽ പോകുന്ന കാര്യങ്ങളാണ്. നിയമം മാത്രം പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഈ പള്ളുരുത്തി സ്കൂളിൽ സംഭവിച്ച കാര്യങ്ങൾ വളരെ വളരെ അനഭിലഷണീയമാണ്. അത് അസഹിഷ്ണുതയുടെ അതിൻ്റെ ആ വാർത്താസമ്മേളനവും അത് സംബന്ധിച്ച അവർ പറഞ്ഞതും അതുപോലെ തന്നെ അതിനെ എതിർത്ത് പറഞ്ഞതും എല്ലാം അസഹിഷ്ണുതയുടെ ഉദാഹരണങ്ങളാണ്. ഇതാണ് മുസ്ലിം ലീഗിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട്. കാര്യങ്ങൾ പഠിച്ചിട്ട് പറയാം എന്ന് കരുതിയാണ് കുറച്ച് ദിവസങ്ങൾ വൈകിയത് എന്നാണ്. തിങ്കളാഴ്ചയാണ് ഈ വിവാദം ഉയർന്നു വന്നത്. പക്ഷേ മുസ്ലിം ലീഗിന്റെ പ്രതികരണം ഉണ്ടായത് ഇന്നലെ രാത്രിയാണ്. 5 ദിവസത്തെ വൈകൽ എന്തുകൊണ്ടുണ്ടായി എന്നുള്ള ചോദ്യവും ഉണ്ടായിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ പഠിച്ചതിന് ശേഷം അഭിപ്രായം പറയാം എന്ന നിലപാടാണ് മുസ്ലിം ലീഗ് എടുത്തത് എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. അതേസമയം കോൺഗ്രസ് ഈ വിഷയം പരിഹരിക്കാൻ ഇടപെട്ടു, പക്ഷേ പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സംഘടനകളുടെ പേരെടുത്ത് ഇക്കാര്യത്തിൽ ഒരു കുറ്റപ്പെടുത്തലിനും ഇല്ല എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നു. മുസ്ലിം ലീഗിന്റെ നിലപാട് സ്കൂളുകളിൽ ഹിജാബ് അനുവദിക്കണം എന്നാണ്. സ്കൂൾ മാനേജ്മെന്റ് എടുത്ത നിലപാടിനെ അതിരൂക്ഷമായി വിമർശിക്കുകയാണ്. അത് അസഹിഷ്ണുതയുടെ ഉദാഹരണമാണെന്നാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. ക്രൈസ്തവ സഭകളിൽ ചിലരെങ്കിലും അങ്ങേയറ്റം വർഗീയവൽക്കരിക്കപ്പെടുന്നുവെന്നാണ് യൂത്ത് ലീഗിന്റെ നിലപാട്. യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് ഇക്കാര്യം പറഞ്ഞു. വിദ്യാഭ്യാസ നവോത്ഥാനത്തിന് കേരളത്തിലെ ക്രൈസ്തവ സഭകൾ നൽകിയ പങ്ക് വിസ്മരിക്കുന്നില്ല. എന്നാൽ ക്രിസംഖികൾ ക്രൈസ്തവ സഭകൾക്കിടയിൽ വ്യാപകമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും പി കെ ഫിറോസ് പറഞ്ഞു. ഒരുപാട് തട്ടമിട്ട കുട്ടികളെ, ഒരുപാട് പൊട്ടുതൊട്ട കുട്ടികളെ, അവർക്കെല്ലാം വിദ്യാഭ്യാസം കൊടുത്ത പാരമ്പര്യമാണ് കേരളത്തിലെ ക്രൈസ്തവ സഭകൾക്കുള്ളത്. ഇപ്പോഴും കേരളത്തിലെ നിരവധി ക്രൈസ്തവ സഭകൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തട്ടമിട്ടുകൊണ്ട് തന്നെ പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്, മുസ്ലിം പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്. പക്ഷെ സമീപകാലത്ത് കേരളത്തിലെ കാസ പോലെയുള്ള പ്രസംഗികളായിട്ടുള്ള ചിലർ ചേർന്ന് വർഗീയവൽക്കരിക്കാൻ ക്രൈസ്തവ സഭകൾക്കിടയിൽ വ്യാപകമായി പ്രവർത്തിക്കുന്നുണ്ട്. പി കെ ഫിറോസ് പറയുന്നത് ക്രിസംഖികളാണ് ഇത്തരത്തിലുള്ള ഒരു അസഹിഷ്ണുതയ്ക്ക് ഉണ്ടാക്കാൻ കാരണം എന്ന നിലപാടിലാണ് ഇപ്പോൾ യൂത്ത് ലീഗ് എത്തിയിരിക്കുന്നത്. ലീഗിന്റെ നിലപാട് അതിനിർണായകമാണ് ഈ വിഷയത്തിൽ. ഇത്രയും ദിവസം ലീഗ് പ്രതികരിച്ചിരുന്നില്ല. സർക്കാരിനെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള നിലപാടാണ് മുസ്ലിം ലീഗ് എടുത്തിരിക്കുന്നത്. അത് പി കെ കുഞ്ഞാലിക്കുട്ടി എടുത്തു പറയുകയും ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി നല്ല നിലപാടാണ് ഇക്കാര്യത്തിൽ എടുത്തത് എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. അതേസമയം സഭകൾ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് സർക്കാരിനെതിരെ. ഈ വിഷയത്തിൽ സ്കൂളിനെ തുടർച്ചയായി വിമർശിക്കുകയും ഹിജാബ് അനുവദിക്കാം സ്കൂളുകളിൽ എന്ന നിലപാടെടുക്കുകയും ചെയ്ത വിദ്യാഭ്യാസ മന്ത്രി ഒരേ സമയത്ത് തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. കന്യാസ്ത്രീകളാണ് ഇങ്ങനെ ഹിജാബിനെ വിലക്കിയത് എന്ന്. ഇതാണ് ഇപ്പോൾ കത്തോലിക്ക